Hello friends, we are going to the second chapter, Matchbox by Asapurna Debi. ഒന്നിലേറെ കാരണങ്ങൾ കൊണ്ട് പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ് മാച്ച്ബോക്സ്. ഒന്നാമത്തെ കാരണം, ദിസ് ഈസ് എ ബംഗാളി സ്റ്റോറി ബൈ Asapurna Debi. I have told you already. She is a major Bengali writer who has won the Jnanapida Puraskar for literature. അപ്പോൾ പുതിയ സാഹിത്യത്തിൻ്റെ, ബംഗാളിയിലെ പുതിയ സാഹിത്യത്തിൻ്റെ ഒരു പ്രണേതാവായിരുന്നു ഈ ആശാപൂർണ ദേവി എന്ന് പറയുന്ന എഴുത്തുകാരി. അവരുടെ ഒരു കഥയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രാധാന്യം, ഈ ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യം. രണ്ടാമത്തെ കാര്യം, ദിസ് ഈസ് എ സ്റ്റോറി വിച്ച് ഈസ് ഫോർഫ്രണ്ടിങ്, വിച്ച് ഈസ് പുട്ടിങ് ഇൻ ഫ്രണ്ട് ഓഫ് അസ് ദ ഇഷ്യൂ ഓഫ് വിമൻ എംപവർമെൻറ്റ്, അല്ലെങ്കിൽ ഇക്വാലിറ്റി ഓഫ് വിമൻ. ഈ ഒരു വിഷയത്തെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കഥയും കൂടിയാണ്. അപ്പോൾ ഈ യൂണിറ്റിലുള്ള മറ്റു ചാപ്റ്ററുകളുമായി ചേർന്ന് പോകുന്ന ഒരു കഥയാണ് മാച്ച് ബോക്സ് എന്നുള്ളത്. സോ ദിസ് പെർട്ടിക്കുലർ സ്റ്റോറി ഈസ് സെൻറ്ററിങ് അറൗണ്ട് ദ ടോപ്പിക് ഓഫ് വിമൻസ് ഫ്രീഡം ആൻഡ് വിമൻസ് ഇക്വാലിറ്റി. അത് ഒരു രണ്ടാമത്തെ പ്രാധാന്യം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ദിസ് ക്യാൻ ബി റെഡ് ആസ് എൻ ഇന്ത്യൻ സ്റ്റോറി. Okay. What is described here is a typical Indian experience. ഒരു യഥാർത്ഥ ഇന്ത്യൻ അനുഭവമാണ് ഈ കഥയിലുള്ളത്. അപ്പോൾ ഭാവനയിൽ നിന്നും എഴുതിയ ഒരു കഥ, അല്ലെങ്കിൽ സാഹിത്യ താല്പര്യം കൊണ്ട് എഴുതിയ ഒരു കഥ എന്നുള്ളതിലുപരി യഥാർത്ഥ ഇന്ത്യൻ ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഒരു കഥ, യഥാർത്ഥ ഇന്ത്യൻ സ്ത്രീയുടെ അവസ്ഥകളെ ചിത്രീകരിക്കുന്ന ഒരു കഥ എന്ന പ്രാധാന്യവും ഈ മാച്ച് ബോക്സിനുണ്ട്. വളരെയധികം പ്രതീകാത്മകമായിട്ടുള്ള, അതുപോലെ തന്നെ നാടകീയവുമായിട്ടുള്ള, ഇറ്റ് ഈസ് ഈക്വലി സിംബോളിക് ആസ് വെൽ ആസ് ഡ്രമാറ്റിക് ഒരു കഥയാണ് ഈ മാച്ച് ബോക്സ് എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് എ ഗുഡ് റീഡ് ഓൾസോ. വളരെ താല്പര്യത്തോടു കൂടി നമുക്ക് വായിക്കാൻ പറ്റാവുന്ന ഒരു നല്ല രീതിയിൽ എഴുതപ്പെട്ട ഒരു കഥയും കൂടിയാണ്. അപ്പോൾ ഈ പല കാരണങ്ങൾ കൊണ്ടും, ഇതിൻ്റെ ഓതർഷിപ്പ്, അതുപോലെ ഇതിൻ്റെ പശ്ചാത്തലം, ഇതിൻ്റെ ഇന്ത്യൻനെസ്, ഇതിൻ്റെ റിയലിസം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു കഥയെക്കുറിച്ച് പറയുവാനുണ്ട്. ആൻഡ് വിതൗട്ട് ഫർദർ ഡെലിബറേഷൻസ് വി ആർ ഗോയിങ് ടു ദിസ് സ്റ്റോറി ആൻഡ് we will discuss further as we go through the story. So we go to the story, the Matchbox. I always compare women to matchboxes. സ്ത്രീകൾ എന്ന് പറയുന്നത് തീപ്പെട്ടികളെ പോലെയാണ് എന്നുള്ള ഒരു അബ്രപ്റ്റ് ഡ്രമാറ്റിക് ബിഗിനിങ് ആണ് ഈ കഥയ്ക്കുള്ളത്. ഓക്കെ, ഇൻ വിച്ച് കോണ്ടെക്സ്റ്റ് ഡസ് ദ ഓതർ സ്പീക്ക് ലൈക്ക് ദിസ്? വി ഡോണ്ട് നോ. വാട്ട് ഈസ് ദ റീസൺ ദ ഓതർ ഈസ് സേയിങ് ദാറ്റ് women are like matchboxes? We don't know. We are going to see why women are compared to matchboxes. സ്ത്രീകളെ തീപ്പെട്ടികളോട് ഉപമിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നാം കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, വൈ? Because of the way matchboxes are. Even though they have enough gunpowder to set 100 Lankas aflame, they sit around meek and innocent in the kitchen, in the pantry, in the bedroom, here, there, everywhere, anywhere. Women too are exactly the same. You want an example? Then look carefully at that enormous 3-story house in front of us. This is the beginning of the story. അപ്പോൾ ഒരു കഥയുടെ തുടക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇവിടെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ക്വാളിറ്റി അതിൻ്റെ ഒരു ഡ്രമാറ്റിക് ക്വാളിറ്റിയാണ്, നാടകീയമായ ക്വാളിറ്റിയാണ്. ഇത് ആരുടെ കഥയാണെന്നോ എന്താണ് പറയാൻ പോകുന്നതെന്നോ നമുക്കറിയുകയില്ല. ഒന്നാമത്തെ പാരഗ്രാഫിലുള്ള ആകെയുള്ള സൂചന ഇത് സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു കഥയാണ് എന്നുള്ളതാണ്. സ്ത്രീകളുടെ അവസ്ഥകളെക്കുറിച്ചുള്ള, സ്ത്രീകളുടെ അനുഭവങ്ങളെക്കുറിച്ചുള്ള, എക്സ്പീരിയൻസസിനെ കുറിച്ചുള്ള ഒരു കഥയാണ് എന്നത് മാത്രമാണ് ആദ്യത്തെ പാരഗ്രാഫിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. But there is a comparison that is made between women and matchboxes. Okay, matchboxes have enough gunpowder in them. Gunpowder, വെടിമരുന്ന്. Okay, but unless you light a matchstick, it won't light. കത്തിച്ചിട്ടില്ലെങ്കിൽ ഒരു തീപ്പെട്ടി ഒരിക്കലും കത്തുന്നില്ല, ഒരു തീപ്പെട്ടിക്കുള്ളി ഒരിക്കലും കത്തുന്നില്ല. അപ്പോൾ സ്ത്രീകളും അതുപോലെയാണ് എന്ന് പറയുന്നു. They have enough gunpowder. They have enough energy, or they have enough power within them
ബട്ട് ദേ ആർ ഹാംലെസ്, അപകടകരമല്ലാത്ത വ്യക്തിത്വങ്ങളാണ്. So they are everywhere, just like a matchbox. They are everywhere in the house, in the bedroom, in the kitchen, in the pantry. They are everywhere, but their presence is not noticed. തീ കത്തുന്ന ഒരു സാഹചര്യം വരെ, തീ കത്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരെ, unless you have to light a fire, you don't mind the matchbox. Okay, you don't even bother about the matchbox. നമ്മൾ തീപ്പെട്ടിയെ നമ്മൾ ശ്രദ്ധിക്കുന്നതേ ഇല്ല. നമുക്ക് എന്തെങ്കിലും കത്തിക്കേണ്ട ആവശ്യം വരുമ്പോൾ മാത്രമാണ് നാം തീപ്പെട്ടിയെ അന്വേഷിക്കുന്നത്. ഇത്തരത്തിലാണ് സ്ത്രീകളുടെയും സ്ഥിതി. അൺലെസ് ദേ സെറ്റ് ഫയർ, they set fire on things, they set fire on systems or people, they are not noticed, they go unnoticed എന്ന് പറയുന്നു. അതിനുള്ള ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ഇവിടെ, they have enough power to set 100 Lankas aflame. Lanka is the Lanka of Ramayana. Just like Hanuman setting fire to Lanka, a woman can set fire to 100 systems, okay, hundreds of issues, hundreds of problems. She can set fire to hundreds of things, but she is harmless. She doesn't set fire to anything. 100 ലങ്കയെ കത്തിക്കുവാൻ ആവശ്യമായ തീയുണ്ടെങ്കിൽ പോലും ഒരു സ്ത്രീ അപകടകാരിയല്ല എന്ന് പറയുന്നു. ആൻഡ് the author is asking, do you want an example? I will give you one. Then just look at the 3-story house in front of us. ഇവിടെ എൻ്റെ മുന്നിലുള്ള ഈ 3 നില കെട്ടിടത്തിലേക്ക് ഒന്ന് നോക്കൂ. അവിടെ നിന്നും ഞാൻ നിങ്ങൾക്കൊരു കഥ പറയാം എന്ന് പറയുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, the author's tone is very conversational. Okay, this is just like the author, the story writer speaking to us in a very casual, informal manner. വളരെ സ്വാഭാവികമായി, അനൗപചാരികമായി നമ്മളോട് സംസാരിക്കുന്നത് പോലെ പറയുന്നു. ഈ തീപ്പെട്ടിയെ പോലെയാണ് കേട്ടോ സ്ത്രീകൾ. നിങ്ങൾക്കൊരു ഉദാഹരണം വേണമോ? എങ്കിൽ ആ വീട്ടിലേക്ക് നോക്കിയാൽ മതി. യു ക്യാൻ സീ ദാറ്റ്. Okay, and we go straight to the story. അപ്പോൾ we say that the beginning is quite dramatic, and it is rendered in a tone of normalcy, in a tone of casualness, okay, in a tone of ordinariness എന്ന് വേണമെങ്കിൽ പറയാം. വളരെ കാഷ്വലായി, വളരെ ഇൻഫോർമലായി, വളരെ ഓർഡിനറിയായി ഒരു കഥ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു കഥ കൂടുതൽ സങ്കീർണമാവും, കൂടുതൽ കോംപ്ലക്സ് ആവും എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു കമ്പാരിസനെ കുറിച്ച് അറിയാനാണ് നമുക്കും, റീഡേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്കും താല്പര്യം. ഹൗ ഡു we compare women to matchboxes? Go reading, we will find them. Now look carefully at the enormous 3-story house in front of us. Sunday morning. So the time is set. It is Sunday morning. The washerman has come and is waiting. Moments before handing over a heap of Ajit's dirty clothes to the washerman, Nomida goes through the pockets one last time and discovers a letter. This is the scene. The lady of a middle-class house in Bengal is finding herself very busy on a Sunday morning because the washerman, the Debi, has come to pick the dirty clothes to wash. So she is sorting dirty clothes to be given to the washerman. ഈ ഞായറാഴ്ച രാവിലെ വന്നിട്ടുള്ള അലക്കുകാരന് കൊടുക്കുവാനായിട്ട് വിഴുപ്പ് തുണികൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് നൊമിത എന്ന കഥാപാത്രം. ആൻഡ് ദർ ഈസ് നോ ഇൻഡിക്കേഷൻ ദറ്റ് ഷീ ഈസ് ഗോയിങ് ടു ബി ദ ഹീറോയിൻ ഓഫ് ദ സ്റ്റോറി. കഥയിലെ നായികയാണ് എന്നുള്ളൊരു സൂചനയൊന്നും ഇവിടെയില്ല. പറഞ്ഞിരിക്കുന്നത് ഷീ ഈസ് ബിസി വിത്ത് ഹെർ ഡൊമസ്റ്റിക് വർക്ക്. ഓക്കെ, ആൻഡ് ഷീ ഈസ് സോർട്ടിങ് ഡർട്ടി ക്ലോത്ത്സ്. ആൻഡ് ആസ് ഷീ ഈസ് സോർട്ടിങ് ഔട്ട്, തിരഞ്ഞെടുക്കുക, ഓക്കെ, ഡർട്ടി ക്ലോത്ത്സ് ടു ബി ഗീവൺ ടു ദ വാഷർമാൻ, she accidentally comes across a letter from her husband's pocket. അവിടെയാണ് ഈ കഥയുടെ തുടക്കം. ആൻഡ് we cannot completely say that it is accidental because this has happened even before എന്ന് തുടർന്ന് പറയുന്നുണ്ട്. ഈ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്നും കത്തുകൾ ലഭിക്കുക എന്നുള്ളത് ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ ഓൾസോ. പക്ഷേ അതിലെ പ്രോബ്ലം ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്നും കത്തുകൾ ലഭിച്ചു എന്നുള്ളതല്ല, എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് തുടർന്ന് വായിച്ചാൽ മനസ്സിലാവും. എ ട്വിസ്റ്റഡ് crumpled envelope with its mouth torn
and on the envelope, Nomida's name. And in one sentence, the twist is happening. There is no problem that a letter is found in the pocket of her husband. The problem is that the address on the letter is that of Nomida. This letter was addressed to Nomida, but Nomida never got that letter. നോമിതയ്ക്ക് ഈ സ്ത്രീക്ക് ആരോ എഴുതിയിട്ടുള്ള ഒരു കത്താണത്. ആ കത്താകട്ടെ അവർ കണ്ടിട്ടുമില്ല. ഈ കത്ത് അവർ കണ്ടെടുക്കുന്നത് അവരുടെ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്നും യാദൃശ്ചികമായാണ്. ഇതാണ് ഈ കഥയിലെ ഒരു സ്ട്രെസ് പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ട്രിഗറിങ് ആക്ഷൻ ത്രൂ ഔട്ട് ദ സ്റ്റോറി. ഓക്കെ, നൗ എ ഫ്ലെയിം ഗോസ് അപ്പ് ഡോപ്പ് ഇൻ ഓൾ നമിതാസ് nerves and veins. In a moment she becomes quite angry, quite agitated, and she flares up. വളരെ പെട്ടെന്ന് നൊമിത കുപിതയായി മാറുന്നു, ദേഷ്യം വരുന്നു. ഈ ഒരു കത്ത് കണ്ടതോടുകൂടി പെട്ടെന്ന് കോപാകുലയായി മാറുന്നു. She drops the clothes in her hand and sits on the bed to open the letter. The first thing she looks at is its date. Going by the date, the letter must have come about 3 days earlier. And the first thing she checks is the date on which the letter has come. The post office is always stamping the date on the letter. And from the date stamped on the letter, she finds that this letter has come at least 3 days ago. Okay, ഒരു 3 ദിവസം മുമ്പെങ്കിലും അവളുടെ ഭർത്താവിൻ്റെ കൈവശം കിട്ടിയ അവൾക്കുള്ള എഴുത്താണത്. ആ എഴുത്ത് ഒരിക്കലും അവൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അവൾ പെട്ടെന്ന് ഫ്ലെയർഡപ്പ് ആവുന്നത്, ആംഗ്രി ആവുന്നത്. ഓക്കെ, ഷീ ടേൺസ് ഓവർ ദ എൻവലപ്പ് ആൻഡ് മാച്ചസ് ദ പോസ്റ്റ് മാർക്ക് ടു ദ ഡേറ്റ്. ദാറ്റ് ടു ബെയർസ് ദ സെയിം വിറ്റ്നസ്. ഓക്കെ, ഷീ ക്രോസ് ചെക്സ് ദ ഡേറ്റ് ഓൺ ദ പോസ്റ്റൽ സീൽ ആൻഡ് ഷീ ഫൈൻഡ്സ് ദാറ്റ് ദ ലെറ്റർ വാസ് ഡേറ്റഡ് 3 days earlier. ഓക്കെ, അപ്പോൾ 3 ദിവസം മുമ്പുള്ള ഒരു എഴുത്താണ്. Yes, the letter came 3 days ago. Ajit has opened it and read it, then crumpled it and twisted it and dropped it into his pocket and left it there. Hasn't felt the need to mention it even once to Nomita. The flame that had gone up top now burns steadily, hissing, sounding its note on each of her mind's strings. So she thought for a moment. Her husband, his name is mentioned for the first time. His name is Ajit. Nomida is the wife, husband is Ajit. Ajit has not mentioned this letter at least once. Despite the fact that he got the letter 3 days back, he hasn't taken the trouble to tell this to his wife for 3 days. 3 ദിവസമായിട്ടും തൻ്റെ ഭാര്യയ്ക്ക് ഒരു കത്ത് വന്നിട്ടുണ്ട്, ആ കത്ത് തൻ്റെ കൈവശമാണ് ഉള്ളത് എന്ന കാര്യം അജിത്ത് അവളോട് പറഞ്ഞിട്ടില്ല എന്നത് ഓർത്തപ്പോഴാണ് നമിതയ്ക്ക് അമിതമായ കോപമുണ്ടായത്. ഓക്കെ, now because this incident is not a casual oversight, it is deliberate. And why is she angry? Had this been a one-time incident, she wouldn't have been angry. ഇത് ഒരിക്കൽ സംഭവിച്ച കാര്യമാണെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെ കോപാകുലയാവില്ലായിരുന്നു. കാരണം എന്താണ്? ഷീ ഈസ് ഫൈൻഡിങ് ദാറ്റ് ദിസ് വാസ് ഡൺ ഡെലിബറേറ്റ്ലി. മനഃപൂർവ്വമാണ് ഈ കത്ത് തനിക്ക് തരാതിരുന്നത് എന്ന് അവൾ മനസ്സിലാക്കുന്നു. ആൻഡ് ഇറ്റ്സ് നോട്ട് ഓൺലി ദാറ്റ്, Ajit has got the letter, he opened the letter, he read the letter and he crumpled. Okay, he simply recycled the letter, twisting it, crumpling it. He just left it in his pocket. അത് ആർക്കാണോ എഴുതപ്പെട്ടത് ആ വ്യക്തിക്ക് അത് കൊടുക്കണം എന്ന് പോലുമില്ലാതെ ഭാര്യയ്ക്ക് വന്ന എഴുത്ത് എടുത്ത് വായിക്കുകയും ഉള്ളടക്കം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് ചുരുട്ടിക്കൂട്ടി തൻ്റെ പോക്കറ്റിൽ ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദിസ് ഹാസ് ഹാപ്പൻ മെനി എ ടൈം ബിഫോർ. ഇതിനു മുമ്പും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് നൊമിത കുപിതയാവുന്നത്. ഓക്കെ, അജിത്സ് നേച്ചർ ഈസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. ഇതാണ് അജിത്തിൻ്റെ പ്രകൃതം, സ്വഭാവം. Somehow he gained the possession of the key to the letter box, fishing it through the gaps among the 52 hands of this joint family.
Okay, there are 52 hands in this joint family, means that there are some 26 members living there. 25 people make it 50. So 52 hands means there are 26 people living in that joint family. It's a large joint family. അപ്പോൾ അവിടേക്ക് വരുന്ന കത്തുകൾ ഒരുപാടുണ്ട്. ആ കത്തുകളുടെ കൂട്ടത്തിൽ നിന്നും നൊമിതയ്ക്കുള്ള കത്തുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു ദുശീലം ഇയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ഫിഷിംഗ് ഇറ്റ് ത്രൂ ദ ഗ്യാപ്സ് among the 52 hands of this joint family, കൂട്ടുകുടുംബം. And whenever there is a letter with Nomida's name on the envelope, he opens and reads it first, and only then does he give it to her. It is possible that oftentimes he doesn't give it to her at all. At least that is a suspicion that has taken a deep root in Nomida's mind. Ajit doesn't take the trouble to hand over the letter even to Nomida after reading that letter. വായിച്ചു കഴിഞ്ഞാലെങ്കിലും കത്ത് ഭാര്യയ്ക്ക് കൈമാറുക, ഭാര്യയ്ക്കുള്ള കത്ത് ഭാര്യയ്ക്ക് കൈമാറുക എന്നുള്ള ഒരു മാന്യത അജിത്ത് കാണിക്കുന്നില്ല. മിക്ക സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ഇത്തരം കത്തുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം, തനിക്ക് കാണിക്കാതെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു സംശയം നൊമിതയ്ക്ക് തോന്നുകയാണ്. Even though to this day Ajit cannot truthfully make the claim that he has been able to discover any letter in the slightest degree suspicious. Now, why does Ajit do this? Has there been anything suspicious in Nomida's behavior? ഭാര്യയുടെ കത്ത് രഹസ്യമായി എടുത്ത് വായിക്കണമെങ്കിൽ അത്തരത്തിൽ സംശയത്തക്കതായി എന്തെങ്കിലും നൊമിതയുടെ പെരുമാറ്റത്തിൽ വേണം, നൊമിതയിൽ ഉണ്ടാവണം. പക്ഷെ അത്തരത്തിലുള്ള ഒരു സംഭവവും ഇല്ലാത്ത സ്ഥിതിക്ക്, നൊമിതയെ സംശയിക്കത്തക്കതായി ഒന്നും തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് അജിത്ത് എന്തിനിത് ചെയ്യുന്നു എന്ന കാര്യം ഇവിടെ വ്യക്തമല്ല. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് മേക്കിംഗ് നൊമിത ഇൻസൾട്ടഡ്. And she feels that this is quite shameful. The husband doesn't trust her. അവിടുത്തെ പ്രശ്നം അപ്പോഴതാണ്, ട്രസ്റ്റിൻ്റെ പ്രശ്നമാണ്. ഭാര്യയെ ഭർത്താവ് വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒരു ട്രസ്റ്റിൻ്റെ പ്രശ്നമാണ് നൊമിത അതിൽ കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് സെൽഫ് റെസ്പെക്റ്റ്, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഡിഗ്നിറ്റി, അന്തസ്സിൻ്റെയും മാന്യതയുടെയും പൊസിഷൻ്റെയും ഒക്കെ ഒരു പ്രശ്നമാണ് നൊമിതയെ സംബന്ധിച്ചിടത്തോളം ഇത്. തനിക്ക് വരുന്ന കത്തുകൾ തൻ്റെ ഭർത്താവ് ഒളിച്ചു വായിക്കുന്നു എന്നുള്ളത്. ഓക്കെ, സോ സ്റ്റിൽ ദിസ് ugly habit of his won't go. Not with Nomida's anger, not with her taking offense, not with bitter reproach, reaction, angry reaction, അതാണ് reproach. Her trying to shame him, sarcasm, pucham, okay, and not with anything. She has tried her wit variously, and she is at her wit's end with this. She has tried scolding him, shaming him, blaming him, and she tried various. But Ajita would not change his behavior. Okay, he continued doing this, secretly stealing away Nomida's letters. If she mentions it, first he tries to laugh it away, and if laughter doesn't get him off the deep water, she scolds him. There have been many times before when Nomida complained this to Ajit. അങ്ങനെ ഓരോ തവണയും കംപ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അജിത്ത് അത് ചിരിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ ചിരിച്ചു തള്ളുന്നത് കൊണ്ട് നൊമിതയുടെ ദേഷ്യം അവസാനിക്കാത്ത സാഹചര്യങ്ങളുണ്ടാവും. വെൻ ഷീ ഈസ് സോ ആംഗ്രി അബൌട്ട് ദിസ്, അത്തരം സന്ദർഭങ്ങളിൽ വാട്ട് വിൽ ഹീ ഡു? ഷീ സിറ്റ്സ് പെർഫെക്റ്റ്ലി സ്റ്റിൽ ഫോർ എ മിനിറ്റ് ആൻഡ് റീഡ്സ് ദ ലെറ്റർ ത്രൂ. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഹീ സ്കോൾഡ്സ് ഹെർ. ഓക്കെ, ആ ഭാര്യയെ ചീത്ത പറഞ്ഞ് അടക്കുവാനാണ് അയാൾ ശ്രമിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ എഗെയിൻ വി കം ടു ദ പ്രസൻറ്റ്. ഇത്രയും സമയം നടന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റെവറി, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിമെമ്പറിങ് വാട്ട് ഹാസ് ഹാപ്പൻഡ് ബിഫോർ എന്നുള്ളതായിരുന്നു. ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് പോലെ. വീണ്ടും നമ്മൾ പ്രസൻറ്റിലേക്ക് വരുന്നു. നൊമിത ഈ കത്ത് അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്നും എടുത്ത്, അലക്കുവാനിട്ട വസ്ത്രത്തിൻ്റെ പോക്കറ്റിൽ നിന്നും എടുത്ത് നൊമിത ഈ കത്ത് വായിക്കുവാനായിട്ട് ഇരിക്കുന്നു.
She sits perfectly still for a minute and reads the letter through. She starts reading the letter, and we are going to see what is in the letter in the next class.